12 കാട്ടാനായിരുന്നു ഇന്നലെ ആ ഒരു തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നേരം വെളുത്ത് രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ ആദ്യം കേട്ടത് ഒരു കൂട്ടം ആനകൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. നേരെ ചാടി ഇറങ്ങി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇന്നലെ രാത്രിയിൽ തോട്ടത്തിലിറങ്ങി നമ്മൾ ഓടിച്ച ആന, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഞാനും എല്ലാവരും കൂടെ ചേർന്ന് ഓടിച്ച ആന അവിടെ നിന്നും തിരികെ പോകുന്ന വഴിയിൽ ഈ ഫെൻസിങ്ങിൻ്റെ ഈ ഒരു ഏരിയക്കകത്ത് പെട്ടുപോയി. അതുകൊണ്ടിട്ട് ഈ ഫെൻസിങ്ങിൽ നിന്ന് കറണ്ട് അടിച്ചത് കൊണ്ടിട്ട് ഇതുങ്ങൾ ഇന്നലെ ഒരു 2 മണി 3 മണി മുതൽ ഈ നേരം വെളുക്കുന്ന ഈ സമയം വരെ ഇത് നമ്മുടെ ഈ വീടിന് ഫ്രണ്ടിലുള്ള ഈ ഒരു കാടിനകത്തായിരുന്നു. അവിടെ നിന്നിട്ടും ഇതുങ്ങൾക്ക് ഫെൻസിങ് പൊട്ടിച്ച് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫെൻസിങ്ങിൽ ചവിട്ടിയിട്ടുണ്ട്, നല്ല കറണ്ടടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദേഷ്യം മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ ഫെൻസിങ് ചവിട്ടി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഫോറസ്റ്റിൽ വിളിച്ചപ്പോൾ ആദ്യം വന്ന ഇൻഫർമേഷൻ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനും ഇവിടുത്തെ സന്തോഷേട്ടനും കൂടെ വന്നിട്ട് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു. ഒരു 4-5 കമ്പികളുണ്ട്, അത് മൊത്തം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചു. ശേഷം ഇത് ഷോർട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ മുകളിലാണ് ഇവിടുത്തെ ബാറ്ററി പാക്ക് ഇരിക്കുന്നത്. ഈ ബാറ്ററി പാക്ക് ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചു, കാരണം അത് ബാറ്ററി കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. 12 കാട്ടാനായിരുന്നു ഇന്നലെ ആ ഒരു തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ആനയമ്മ കണ്ടു. അപ്പോൾ വിളിച്ചു പറഞ്ഞ് ഞാൻ ഓടി വന്നു. അതുങ്ങൾ നേരെ വന്ന് ഈ വഴിയിലേക്ക് കയറിയിട്ട് നേരെ ഈ തോട്ടത്തിനകത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആനയമ്മ അവിടെ നിന്ന് കണ്ടപ്പം ആനയമ്മയുടെ നേരെ ചാർജ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് വന്നിട്ട് സ്പ്ലിറ്റായി 2ആയിട്ട്. ഒരു സെക്ഷൻ ഈ തോട്ടത്തിനകത്തൂടെ കയറി മുകളിലേക്ക് പോയി, ഫാമിൻ്റെ ഏരിയയിലേക്ക്. അവിടെ പോയതിന് ശേഷം അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ ഒന്ന് ഫെൻസിങ് ചവിട്ടി പൊട്ടിച്ച് കാടിനകത്ത് കയറി. മറ്റൊരു വിഭാഗം ഈ കാടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ കാട് പോകുന്നത് നമ്മുടെ വീടിൻ്റെ എവിടേക്കുള്ള കണക്റ്റഡാണ്. അവിടെ കയറിയേക്കുന്നത് ഇപ്പോഴും എത്ര എണ്ണം പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എവിടെയൊക്കെ ഫെൻസിങ് ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ടെന്നും ഒരു പിടി കിട്ടുന്നില്ല. ഇതിനകത്തിപ്പോൾ കാട്ടാന ഉണ്ടെന്നാണ് നമ്മുടെ നിഗമനം, കാരണം അവിടെ കമ്പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട്. അതുങ്ങളെയും കൂടെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതുങ്ങൾ നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ജനങ്ങളുടെ നെഞ്ചത്തോട്ട്. കാരണം ഒരു റോഡിൻ്റെ അപ്പുറം ജനവാസം, തൊട്ടിപ്പുറം വനവുമാണ്. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. അല്ലാതെ ഞങ്ങളാരും കാട്ടിൽ കയറി താമസിക്കുക അല്ല. ചില ഡയലോഗ് അടിക്കാൻ വരുന്ന കൊണാണ്ടർമാരുണ്ട് എവിടെയെങ്കിലും സിറ്റിയിലും ടൗണിലും തിരിഞ്ഞിട്ട്.